പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ ഒരു തുള്ളി രക്തവും ചീന്തേണ്ട എന്ന് രാജ്നാഥ് സിംഗും അമിത്ഷായും ഇടയ്ക്കിടെ പറയുന്നതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് ഏകദേശം നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം പാക് കോടതിയിൽ, ഇസ്ലാമാബാദ് കോടതിയിൽ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഗവൺമെൻറ് വക്കീൽ പറഞ്ഞ കാര്യം, ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ വക്കീൽ പറഞ്ഞത്. ഈ പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതല്ല. ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതല്ലെന്നും അവിടെ പാകിസ്ഥാൻ്റെ ഭരണഘടന അനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും കോടതിയെ വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ പരമാധികാര പരിധിയിലേക്ക് വരാത്ത ഒരു വിദേശ പ്രദേശം മാത്രമാണ് പാക് അധിനിവേശ കാശ്മീർ. ഇന്ത്യ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ്, വിദേശ പ്രദേശമാണ് പാക് അധിനിവേശ കാശ്മീർ. ഇതിൻ്റെ കേസിന് ആസ്പദമായ സംഭവം, പാക് അധിനിവേശ കാശ്മീരിലെ പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിലുള്ള അഹമ്മദ് ഫർഷാദ് ഷായെ പാക് കോടതിയിൽ ഹാജരാക്കണം എന്ന ഒരു ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ പാകിസ്ഥാൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് അതൊരു വിദേശ പ്രദേശമാണ്, അവർക്ക് സ്വന്തമായി ഭരണഘടനയും നിയമവുമുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഈ കോടതിയുടെ, അതായത് പാകിസ്ഥാൻ്റെ കോടതിയുടെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. അതായത് ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് അവരുടെ കോടതിയിൽ അവരുടെ ഗവൺമെൻറ് അഡ്വക്കേറ്റ് തന്നെ പറയുന്നു ഈ പ്രദേശം നമ്മുടേതല്ല, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിയമപരമായി നമ്മുടേതല്ല, അതുകൊണ്ട് തന്നെ അതിൽ ഇടപെടാൻ കഴിയില്ല. ഇത് ഇന്ത്യ കാലങ്ങളായി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ അതിവേഗം പൂവണിയുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.